സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിന് ഈ ഭവനത്തെ സമർപ്പിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പുസ്തകത്തിലെ പേജ് 14 കേട്ടോ, 14-ാമത്തെ പേജ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല നളിച്ചത് മിശിഹ ഈ ഭവനത്തിൻ്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പർദീസാവിന് വാസ്തലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനം ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീകവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചപരിച്ച പുൽത്തകടികളിൽ അവിടുന്ന് എന്നെ മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ നയിക്കും. അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എൻ്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിൻ്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ നിന്റെ വാസസ്ഥലമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഇവരെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ബോധ്യം ജീവിതക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കുമെന്നുള്ള മിശിഹായെ, അങ്ങേ വചനം ശ്രവിക്കുവാനും അങ്ങേ തിരുഹിതം നിറവേറ്റുവാനും ഇവരെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ ഇവരെ പ്രാപ്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തെ എന്നേക്കും സ്തുതി. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ ശേഖരിക്കുന്നുമില്ല. എങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റി നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു നോക്കുക. അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കവയെല്ലാം ആവശ്യകമാണ്. നിങ്ങൾ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക,
അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സ്നേഹപിതാവായ ദൈവമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. 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 കർത്താവായ ദൈവമേ, ഞങ്ങളൊന്നു ചേർന്ന് അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിന്റെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങൾ ഈ കുടുംബത്തെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇവർക്കായി നൽകിയ ഭവനത്തെ ഓർത്ത് പ്രത്യേകിച്ച് ഈ വലിയ ആഴ്ചയിൽ കർത്താവേ, ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതായി മാറട്ടെ. നിന്റെ കൃപയും കാരുണ്യവും ഈ ഭവനത്തിൻ്റെ മേൽ ചൊരിഞ്ഞതിനെ നന്ദി പറയുന്നു. കർത്താവേ, എഡുവിനെയും മെറിനെയും മകനെയും എല്ലാം പ്രത്യേകമായിട്ട് നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ്, ഇവരുടെ സന്തോഷത്തിൽ പങ്കുപറ്റുവാനിടെ എത്തിയിരിക്കുന്നവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവരോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. കർത്താവ്, ഈ കുടുംബം ഇന്നു മുതൽ നിന്റെ കുടുംബമായി മാറട്ടെ. സ്നേഹവും സന്തോഷവും സമാധാനവും ആനന്ദവും എല്ലാം ഈ ഭവനത്തിലുണ്ടാകട്ടെ. കർത്താവ്, ഈ ഭവനം ലഭിക്കുവാനിടയാക്കിയവരെ എല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇവരുടെ മാതാപിതാക്കന്മാരുടെ സഹോദരങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സഹായവും എല്ലാം പ്രത്യേകിച്ച് ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കപ്പെട്ടതാക്കി മാറ്റട്ടെ. കർത്താവേ, ഇവരുടെ ചുറ്റുപാടും താമസിക്കുന്നവരെല്ലാം ദൈവകൃപയിൽ അനുഭവിക്കുവാനിടയാകട്ടെ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സമാധാനവും സന്തോഷവും എന്നും അനുഭവിക്കുവാൻ ഈ ഭവനത്തിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ ജോലികൾ, ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇവരുടെ യാത്രകൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇവർ കഴിക്കുന്ന ഭക്ഷണം എല്ലാം കർത്താവേ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ സമർത്ഥമായ കൃപ എന്നും എപ്പോഴും അനുഭവിക്കുവാനിടയാകട്ടെ. പരിശുദ്ധയമ്മേ മാതാവേ, നിന്റെ വിമല ഹൃദയത്തിന് ഇവരെ സമർപ്പിക്കുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേ, നിന്റെ സാന്നിധ്യവും മാധ്യസ്ഥവും ഈ ഭവനത്തിൻ്റെ മേലുണ്ടാകട്ടെ. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധയമ്മയെ വിളിച്ചപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പിതാവായ ദൈവമേ, ഈ ഭവനത്തെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഘടകം കുടുംബമാകിയാൽ പൈതൃകമായ പരിപാലനയിൽ ഇവരെ കാത്തുകൊള്ളണമേ. അങ്ങ് ഈ കുടുംബാംഗങ്ങളുടെ മധ്യ വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയും ഭവനമാക്കണമേ. ജീവിതത്തെ എല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. മക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പാപികളെ മോചിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും സൃഷ്ടികളായ മനുഷ്യരെ അധികാരപ്പെടുത്തിയ കർത്താവേ, ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ ശരീരത്തെയും പൗത്രീകരിക്കാനുള്ള ശക്തി ജലത്തിന് പ്രദാനം ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കാത്തവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കരുതെന്ന് നിലച്ച കർത്താവേ, ഈ ജലം ആശീർവദിക്കപ്പെടുകയും ഈ ജലം വീഴുന്ന സ്ഥലം വിശുദ്ധവും നന്മ പുറപ്പെടുവിക്കാൻ ശക്തവുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ രൂപവും തിരുക്കുടുംബത്തിൻ്റെ ഈ തിരുസ്വരൂപവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപവും ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് പ്രവൃത്തികരിക്കുമാറാകട്ടെ. ഈ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ ഒന്നിച്ചു കൂടുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഈശോ തിരുഹൃദയത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ലഭിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്രമാക്കുന്ന ഈ ഭവനം എല്ലാ തിന്മകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും എന്നേക്കുമായി വിടുതൽ പ്രാപിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പിന്നെ
20-ാമത്തെ പേജ്. കർത്താവിനോട് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു. എന്നെ സഹായിക്കുവാൻ കർത്താവ് ഉള്ളതിനാൽ ഞാൻ ആരെയും ഭയപ്പെടുകയില്ല. കർത്താവാണ് എൻ്റെ ബലവും ശക്തിയും, അവിടുന്ന് എനിക്ക് രക്ഷയായി തീർന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിനോട് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ഈ കുടുംബം വളർന്നു വരുവാനിടയാവുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കേണ്ടതായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിലും നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാർയോസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന് വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മുടെ എഡുവിനും മെറിനും കുഞ്ഞിനും കർത്താവ് നൽകിയ വലിയ കൃപയാണ് ഈ ഭവനം. എനിക്കൊന്ന് വൈകിട്ട് നിങ്ങളുടെ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 5 മണി തൊട്ട്. ഞാൻ ചോദിച്ചു, വല്ല 5 മണിക്ക് ശേഷമാണ് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. കൺഗ്രാജുലേഷൻ കേട്ടോ. ഈ അടുക്കള ആശീർവദിക്കപ്പെടുകയും സുഭിക്ഷമായ ഭക്ഷണം ലഭിക്കാനിടയാകുകയും ചെയ്യട്ടെ. എന്നും നിന്റെ കൃപയുടെ സമൃദ്ധി അനുഭവിച്ചറിയാനിടയാകട്ടെ. പരിശുദ്ധ അമ്മയെ സകല വിശുദ്ധരും പ്രാർത്ഥിക്കുകയും ആദ്യം വഹിക്കുകയും ചെയ്തിട്ട് എപ്പോഴും